ഹലോ, ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് പനി അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മുട്ടപ്പത്തിരി എന്ന് ചിലയിടത്തൊക്കെ പറയട്ടെ, ഇതിന് വെറും അരിപ്പൊടിയും കോഴിമുട്ടും മാത്രം വേണ്ടുള്ളൂ. പിന്നെ ചൂടുള്ള വെള്ളം, തണുത്ത വെള്ളം കൂടി രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മളെ മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. വേറെ ഒന്നും അതിലിടണില്ല. നല്ല മയമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഗ്യാസുമ്മ വെക്കാണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചാൽ മതി. നല്ല അടുപ്പത്ത് വെച്ചിട്ട് ചൂടോടെ ഓട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല മയമാണ് കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ അപ്പം നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ആവശ്യം കടലക്കറി. അത് ഞാൻ ഇന്നലെ തന്നെ വൈകിട്ട് ഉണ്ടാക്കി വെച്ചതാണ്, ചൂടാക്കി വേണ്ടല്ലോ. പിന്നെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് മുറ്റത്തൊന്നും ഇറങ്ങാത്ത കാരണം ചെടികളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കുമ്പളങ്ങ നിന്നിട്ടുണ്ടായിരുന്നു, അതിന് ചെറിയൊരു കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ വേഗം പൊട്ടിച്ച് വെച്ചിട്ടാണ് ഇനി അടുത്ത കേട് വരുമ്പോഴത്തേനും. ഈ വഴി വണ്ടിയിൽ ഇങ്ങനെ നാരങ്ങ പോകുമ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അച്ചാറിടാമെന്ന് വിചാരിച്ചു. സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ. അധികം ഐറ്റംസ് ഒന്നും വേണ്ട. ഇതിന് വെറും ഉലുവയും കടുകും കൂടിയിട്ട് നമ്മളെ ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് തൂമിക്കുക. അതിലേക്ക് നല്ല പച്ചമുളക് കുറച്ചധികം ഇട്ട് കൊടുക്കണം. പിന്നെ ഈ നാരങ്ങനെ നമ്മൾ 4 പീസാക്കിയിട്ട് മുറിക്കണം. ഞാൻ കുറച്ചൊക്കെ അങ്ങനെ പീസാക്കി മുറിച്ചു, പിന്നെ നടുമുറിച്ചതാണ് കേട്ടോ നാരങ്ങയൊക്കെ. എന്നിട്ട് നമ്മൾ ഒന്ന് ആവി കയറ്റി കൊടുക്കണം കേട്ടോ നാരങ്ങക്ക്. അപ്പോൾ ഒന്നുകൂടി കുറച്ച് സോഫ്റ്റ് ആവും. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുക, കുറച്ച് മഞ്ഞൾ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത്ര തന്നെ വേണ്ടുള്ളൂ, വേറെ ഐറ്റംസ് ഒന്നും ഇതിലേക്ക് വേണ്ട. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളത് കുപ്പിയിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് കഞ്ഞിക്കൊക്കെ നല്ലതാണ്. മഴക്കാലത്ത് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ